എവരിബഡി. അങ്ങനെ ക്രിസ്മസ് ആവാൻ ഇനി വി ഹാവ് ജസ്റ്റ് 1 വീക്ക്. അത് കഴിഞ്ഞാൽ 1 വീക്കിനുള്ളിൽ അഗൈൻ നമുക്ക് ന്യൂ ഇയർ ആവാണ്. 2024 അവസാനിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ വന്നത് ഞങ്ങളുടെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടും ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു ക്രിസ്മസ് ഡേ ഔട്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് തൃശ്ശൂരില് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് നടക്കാൻ പോകുന്ന ഈവെന്റ്സ് അല്ലെങ്കിൽ എന്തെല്ലാം സെലിബ്രേഷൻസ് ആണ് നടക്കാൻ പോകുന്നത്, എന്തെല്ലാമാണ് നമുക്ക് ഈ ഒരു 2 വീക്സിൽ നമുക്ക് തൃശ്ശൂര് വന്നാൽ കാണാനും കേൾക്കാനൊക്കെ പറ്റുന്ന സാധനം. ഇതാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒരുപാട് ലൊക്കേഷൻസിൽ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. 1, 2, 3, 4 ആയിട്ട് ഞാൻ ഓരോ ലൊക്കേഷൻസും കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ശക്തൻ സ്റ്റാൻഡിലാണ്, തൃശ്ശൂര് ശക്തൻ സ്റ്റാൻഡിലാണ്. ഇവിടെയുള്ള ശക്തൻ ഗ്രൗണ്ടിലാണ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും തൃശ്ശൂരിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഹാർട്ട് ഫെസ്റ്റ് ബോൺ നറ്റാലി ന്യൂ ഇയർ 2025. ഓക്കെ, അതായത് നമ്മുടെ കൊച്ചിയിലൊക്കെ കൊച്ചിൻ കാർണിവൽ നടക്കുന്ന പോലെ തന്നെ തൃശ്ശൂര് ഇത്തവണ നടത്താൻ പോകുന്ന ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള 1ൽ കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ന്യൂ ഇയർ ഫെസ്റ്റ് ആണ് ഇത്. ഓക്കെ, അപ്പോ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. ഇത് കൂടാതെ നമ്മൾ ഇനിയും വേറെയും സ്ഥലങ്ങളിലേക്ക് പോകുന്നതായിരിക്കും തൃശ്ശൂര്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നിൽക്കുന്നത് ശക്തന്റെ ആകാശപാതയിലാണ്. ശക്തനിൽ വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഹാർട്ട് ഫെസ്റ്റ് നടക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 15th ഡിസംബറിലാണ്. അപ്പൊ ആസ് ഓഫ് നൗ നിങ്ങൾക്ക് ഗൂഗിളിൽ കയറിയാൽ harfest.in എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിന്റെ സകല ഡീറ്റെയിൽസും കിട്ടും. ടിക്കറ്റ്സും ബുക്ക് ചെയ്യാൻ പറ്റും. ഓൺലൈനാണ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുക. അപ്പോ ആസ് ഓഫ് നൗ നമുക്ക് അറിയാൻ പറ്റിയത് 28th മുതലാണ് പ്രോഗ്രാംസ് നിലവിൽ. ഇനി ടിക്കറ്റ്സ് ഓൺലൈനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 28th നമുക്കുള്ളത് വിധു പ്രതാപിന്റെയും ആര്യ ദയാലിന്റെയും പ്രോഗ്രാംസ് ആണ്. ടിക്കറ്റിന്റെ റേറ്റ് വരുന്നത് സ്റ്റാർട്ടിംഗ് റേറ്റ് ഫോർ സിംഗിൾസിന് 249 rupees ആണ്. കപ്പിൾ ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. VIP ലോഞ്ച് ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. ഓക്കെ, ഓരോന്നിനും റേറ്റ് ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രൈസസ് എപ്പോൾ വേണമെങ്കിലും ഇൻക്രീസ്ഡ് ആയേക്കാം. ഓക്കെ, പ്രൈസ് കൂടിയേക്കാം എന്ന് അവരുടെ വെബ്സൈറ്റിൽ തന്നെ അവർ പറയുന്നുണ്ട്. അപ്പൊ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തോളാം. ഓക്കെ, അപ്പൊ 29th വേടന്റെ പ്രോഗ്രാം ആണുള്ളത്. അതിനും ടിക്കറ്റ് റേറ്റ്സ് നിങ്ങൾക്ക് ഈ harfest.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്താൽ കാണാം. ഞാൻ ഇപ്പോഴും പറയുന്നു 15th ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പൊ കാണുന്ന റേറ്റ്സ് ആയിരിക്കണം എന്നില്ല, നമുക്ക് ഒരു അഷ്വറൻസ് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഉള്ള ടിക്കറ്റ് റേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ആൻഡ് 31st അതായത് ന്യൂ ഇയറിന്റെ അന്ന് വരുന്നത് തൈക്കുടം ബ്രിഡ്ജിന്റെ പ്രോഗ്രാം ആണ്. അതിന് ടിക്കറ്റ് റേറ്റ് ഇപ്പൊ കാണുന്നത് 600 rupees പെർ ഹെഡ് ആണ് ഇപ്പൊ കാണുന്നത്. അത് കപ്പിൾ ടിക്കറ്റ്സിനും VIP ലോഞ്ച് ആണെങ്കിൽ അതിനനുസരിച്ച് കൂടുതലായിരിക്കും. ഇനി വരും ദിവസങ്ങളിലും ചിലപ്പോൾ കൂടിയേക്കാം. ഓക്കെ, അപ്പൊ ഈ ആകാശപാതയിൽ നിന്ന് കഴിഞ്ഞാലുള്ള നമ്മുടെ ഹാർഫെസ്റ്റിന്റെ പണി നമുക്ക് ലൈവായിട്ട് കാണാം. ഡോമും കാര്യങ്ങളൊക്കെ അവർ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇനി ആകെ ഒരു 10 to 15 days ഉള്ളൂ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ. കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നപ്പോൾ ഓപ്പൺ സ്പേസ് ആയിരുന്നു. ഇങ്ങനെ ഡോം ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര പൊടിയും ബഹളവും ആകെ ഒന്നും ഓർഗനൈസ്ഡ് ആയിരുന്നില്ല കാര്യമായിട്ട്. പക്ഷെ ഇത്തവണ ഭയങ്കര പ്രിപ്പയർഡ് ആണ്. പിന്നെ ടിക്കറ്റ് എൻട്രീസ് മാത്രമാണ് ഈ വർഷമുള്ളൂ. കഴിഞ്ഞ വർഷം അങ്ങനെ അല്ലായിരുന്നു. ഞങ്ങളൊക്കെ ടിക്കറ്റ് എടുക്കാതെ ഞങ്ങൾക്ക് പുറത്ത് നിന്നിട്ടൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇത്തവണ അങ്ങനെയില്ല, കംപ്ലീറ്റ്ലി ബുക്കിംഗ് ആണ്. ഓക്കെ, കാണാൻ പറ്റുന്നു നോക്കി നോക്കും. ഇത് കൂടെ ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഡോമൊക്കെ കാണാം നമുക്ക്. പിന്നെ ഈ ഒരു ഹാർഫെസ്റ്റില് ഫുഡും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഫുഡ് സ്റ്റോൾസും ഗെയിമിങ്ങും ഒക്കെ ഉണ്ട്. സംതിങ് ഇവര് പറയുന്നത് ഇറ്റ് ഈസ് മോർ ദാൻ എ കാർണിവൽ എന്നാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ അവർ പറയുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ് തൃശ്ശൂർക്കാർക്ക്. യെസ്, അപ്പൊ നമ്മുടെ സെക്കൻഡ് ലൊക്കേഷനിൽ നമ്മൾ എത്തി. ശക്തനിൽ നിന്ന് നമ്മൾ പിന്നെ വന്നത് ഒല്ലൂരുള്ള ഫെജി ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിന്റെ ക്രിസ്മസ് വില്ലേജിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഓക്കെ, ശക്തനിൽ നിന്ന് ഹാർഡ്ലി 4 to 5 kilometers ആണ് ഇവിടേക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ശരിക്കും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിരുന്നു ഇതിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു വരണമെന്ന്. പക്ഷെ വീഡിയോസിൽ കാണുമ്പോൾ അത്ര റഷ് ഉള്ളതായിട്ട് എനിക്ക് തോന്നില്ല. പക്ഷെ ഇവിടെ ഭയങ്കര തിരക്കുണ്ട്. ജസ്റ്റ് ഇതാണ് ഇവരുടെ ക്രിസ്മസ് വില്ലേജ്.
ഓക്കെ, മൊത്തത്തിൽ നമ്മൾ ഫിജി വന്നിട്ട് എന്താണ് ക്രേസിയുടെ അഭിപ്രായം? കാണുമ്പോ എനിക്ക് ഏതോ മഞ്ഞുമലയില് നമ്മൾ ഈ ഇതില് പോലെ നമ്മളെ ക്രിസ്മസ് ഫാദറിനെ കാണുമ്പോൾ നമ്മൾ എവിടേക്കോ മഞ്ഞും മലയും അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അതുപോലെ ഒരു ഫീലാണ് എനിക്ക് പറ്റുന്നത്. യെസ്, അപ്പൊ നമ്മൾ നെക്സ്റ്റ് എത്തി നിൽക്കുന്നത് പുത്തൻപള്ളിയിലാണ്. ഓക്കെ, തൃശ്ശൂർ ഹൈ റോഡിലുള്ള പുത്തൻപള്ളിയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെ ഒക്കെ സകല ഒരുക്കങ്ങളും ആ ഒരു വൈബ് നമുക്ക് ശരിക്കും കിട്ടണമെങ്കിൽ വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് തൃശ്ശൂരുള്ള ഹൈ റോഡ്. ഈ ഒരു ഫുൾ ഏരിയയിൽ നമുക്ക് ഇതൊരു മാർക്കറ്റായിട്ട് പോലെ തന്നെ നമുക്ക് കാണാം. ക്രിസ്മസിൻ്റെതായിട്ട് കിട്ടാത്ത ഒരു സാധനവും ഈ ഒരു ഹൈ റോഡിൽ ഇല്ല. അത്രയും അധികം ഷോപ്പുകളും കുഞ്ഞതും ചെറുതും വലുതുമായ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഹോൾസെയിൽ റേറ്റിൽ സാധനങ്ങൾ കിട്ടുന്ന കടകളുണ്ട്. ഈവൻ ബാലബൾബുകളും സ്റ്റാറുകളും ട്രീയും എല്ലാ സാധനങ്ങളും, എല്ലാ വക സാധനങ്ങളും കിട്ടുന്ന ഒരു ഹോൾ ഏരിയയാണ് ഹൈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് പുത്തൻപള്ളിയുടെ മുറ്റത്താണ്. നമുക്ക് ജസ്റ്റ് ഓടിച്ചൊന്ന് എല്ലാ മാർക്കറ്റിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയി നോക്കി നോക്കാം, എല്ലാ ഷോപ്പിൽ കൂടെ. കൊള്ളാലേ. ലൈറ്റും സ്റ്റാറും മാത്രല്ല കേട്ടോ, ഒരുപാട് ട്രീ ആണോ, ട്രീയിൽ നിന്നും എന്തൊക്കെയോ വകഭേദം ഐ മീൻ എന്താ വോട്ട് യു സേ, ട്രീയിൽ നിന്നും മ്യൂട്ടേഷൻ ഒക്കെ സംഭവിച്ച് വേറെ എന്തൊക്കെയോ രൂപങ്ങളായ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആൻഡ് യു നോ വാട്ട്, ഈ ഒരു ടൈം ആയി കഴിയുമ്പോൾ ഇവിടെ തൃശ്ശൂരില് ഇങ്ങനത്തെ കടകൾ മാത്രമല്ല, ഈ സ്റ്റേഷനറി ഷോപ്സ് മാത്രമല്ല, ഈവൻ ഇതൊക്കെ ഫാൻസി ഷോപ്സാ. ഫാൻസി ഷോപ്സ് വരെ ക്രിസ്മസിന്റെ സാധനങ്ങൾ വിൽക്കുന്ന പോലെ ആയിട്ട് അവർ കൺവേർട്ട് ചെയ്യാണ് അവരുടെ ഏരിയാസ് ഒക്കെ. ശരിക്കും ഭയങ്കര കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുത്തൻപള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഐ മീൻ ഹൈ റോഡ്, തൃശ്ശൂരിലെ ഹൈ റോഡ്. അങ്ങനെ ഫൈനലി നമ്മുടെ ക്രിസ്മസ് അലച്ചിലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നല്ല വിശപ്പുണ്ട്, പള്ള കായുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ വന്നിട്ടുള്ളത് ബിനി ഹെറിറ്റേജ് സെന്റർ, ഇറ്റ് സീൻസ് അവിടെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മുടെ തൃശ്ശൂരിലുള്ള സകല ഹോട്ടലുകളും കഫേയും ഒക്കെ ലൈക്ക് വോട്ട് യൂസ് എല്ലാം കൂടി ക്ലബ് ചെയ്ത് ഇവരിങ്ങനെ സ്റ്റോള് പോലെ ഇട്ടേക്കുവാണ്. നമ്മൾ ഓർഡർ ചെയ്യുന്നു, ഡൈനിനും ഉണ്ട്. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. കുയിലിനു വേണ്ടി പാടാം